KSIDCക്ക് എതിരായ SFIO അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. KSIDCയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. KSIDC അന്വേഷണത്തെ ഭയക്കുന്നതെന്തിനെന്ന് കോടതി അന്വേഷണവുമായി KSIDC സഹകരിക്കുകയാണ് വേണ്ടത് എന്ന് കേന്ദ്ര സർക്കാർ. SFIO ആവശ്യപ്പെട്ട രേഖകൾ നൽകേണ്ടത് ഒരു സർക്കാർ ഏജൻസിയുടെ ബാധ്യതയാണെന്നും കേന്ദ്ര സർക്കാർ. ബിനിലുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, എന്താണ് കോടതിയുടെ നിലപാടും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എന്താണ് വിശദീകരിച്ചതും ഉന്നയിച്ചതും? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ആലുവയിലെ CMRL കമ്പനിയും തമ്മിലുള്ള വിവാദ പണമിടപാട് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന SFIO സംഘം ഇന്ന് KSIDCയിൽ പരിശോധനയ്ക്കായി സമൻസ് നൽകിയത്. അതോടുകൂടിയാണ് KSIDC ഹൈക്കോടതിയിൽ അടിയന്തര ഹർജിയുമായി എത്തിയത്. ഈ അന്വേഷണം തടയണമെന്നായിരുന്നു KSIDCയുടെ ആവശ്യം. എന്നാൽ ആ ആവശ്യം ഹൈക്കോടതി നിരാകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റേ ആവശ്യം തള്ളി. സ്റ്റേ അനുവദിക്കാൻ കഴിയില്ല. അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത് എന്നതാണ് കോടതി എടുത്തിരിക്കുന്ന നിലപാട്. SFIO അന്വേഷണത്തിനെതിരായ KSIDCയുടെ ഹർജിയെ കേന്ദ്ര സർക്കാരും ഹൈക്കോടതിയിൽ എതിർത്തു. ഒരു സർക്കാർ ഏജൻസിയാണ് KSIDC. അത് അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത്. SFIO ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകളൊക്കെ തന്നെ നൽകിക്കൊണ്ട് KSIDC അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിലപാട് കേന്ദ്ര സർക്കാരും ഹൈക്കോടതിയിൽ എടുത്തു. ഇതേ തുടർന്നാണ് കോടതി സ്റ്റേ ആവശ്യം നിരാകരിച്ചിരിക്കുന്നത്. KSIDC ഇന്ന് പ്രധാനമായും കോടതിയെ അറിയിച്ചത് 2013 മുതലുള്ള KSIDCയുടെ മിനിറ്റ്സ് അടക്കമുള്ള രേഖകളാണ് SFIO ആവശ്യപ്പെടുന്നത്. ആ മിനിറ്റ്സ് വലിയ പേജുകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അത് കൈമാറാൻ കഴിയില്ല എന്നതാണ് അവർ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട തടസ്സവാദം എന്നത്. അക്കാര്യത്തിൽ SFIO ഉദ്യോഗസ്ഥരോട് തന്നെ സാവകാശം തേടുമെന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയത്. കോടതി KSIDCയുടെ വാദങ്ങളെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. SFIO അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ എന്നതാണ് കോടതിയും എടുത്തിരിക്കുന്ന നിലപാട്. നിങ്ങൾക്കൊന്നും ഒളിക്കാനില്ല എങ്കിൽ എന്തിന് അന്വേഷണത്തെ ഭയക്കുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ ചോദിച്ചത്. ശരി, ബിനിലാണ് പറയുന്നത്. ഇത് ഒളിക്കാൻ ഒന്നുമില്ല എങ്കിൽ അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കോടതി ഉന്നയിക്കുന്നത്. KSIDCയുടെ ആവശ്യമാണ് അങ്ങനെ തള്ളിയിരിക്കുന്നത്.